ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മൈക്രോ എക്കണോമിക്സിലെ 3rd ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉൽപാദനവും ചെലവും എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ പാർട്ട് 5 ആണ് ചെയ്യുന്നത്. ഇതിനു മുൻപേ ഉള്ള പാർട്ടുകൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ് വെച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് സെഷൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. 5 മാർക്കിനുള്ള അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. സ്റ്റേറ്റ് വെദർ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് എഴുതുക. ട്രൂ ഓർ ഫാൾസ് ചോദ്യമാണ്. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ നോക്കിക്കോളൂ. സ്റ്റേറ്റ്മെന്റ് 1, TC നെവർ ബിക്കംസ് 0. TC ഒരിക്കലും 0 ആവില്ല. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2, AC ഈസ് സം ടോട്ടൽ ഓഫ് AFC ആൻഡ് AVC. AFCയുടെയും AVCയുടെയും തുകയാണ് അല്ലെങ്കിൽ ടോട്ടലാണ് AC എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 3 നോക്കിക്കോളൂ. വെൻ AC റൈസസ് AC ആൻഡ് MC ആർ ഈക്വൽ. AC വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയരുമ്പോൾ AC MC ഇവ രണ്ടും തമ്മിൽ തുല്യമായിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 4, 4ാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. റിയൽ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഇൻ മണി ടേംസ്. പണ രൂപത്തിൽ പറയുന്നതാണ് യഥാർത്ഥ ചെലവ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിയൽ കോസ്റ്റ് എന്ന് വെച്ചാൽ യഥാർത്ഥ ചെലവ്, മണി കോസ്റ്റ് എന്ന് വെച്ചാൽ പണച്ചെലവ്. 2 ചെലവുകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിൽ പഠിക്കാനൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, റിയൽ കോസ്റ്റ്, മണി കോസ്റ്റ്, യഥാർത്ഥ ചെലവുകൾ, പണച്ചെലവുകൾ. ഇവിടെ പ്രസ്താവന എത്രയാണ്? പണരൂപത്തിൽ പറയുന്ന ചെലവാണ് യഥാർത്ഥ ചെലവ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് മാത്രം വെച്ചാൽ മതി. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 5ാമത്തെ സ്റ്റേറ്റ്മെന്റ്, TFC കർവ് ഈസ് യു ഷേപ്ഡ്. യു ആകൃതിയിലുള്ള വക്രമാണ് TFC വക്രം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ, ഏതൊക്കെയാണ് ഫാൾസ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന നോക്കിക്കേ. TC നെവർ ബിക്കം 0. ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ട്രൂ ആണ്. അല്ലേ, TC ഒരിക്കലും 0 ആവില്ല. ആണ്, അത് ശരിയായ പ്രസ്താവനയാണ്. അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് ട്രൂ ആണ്. ഇനി അടുത്ത 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. AC ഈസ് സം ടോട്ടൽ ഓഫ് AFC ആൻഡ് AVC. AFCയുടെയും AVCയുടെയും ടോട്ടലാണ് AC എന്ന് വെച്ചാൽ AFC പ്ലസ് AVC ഈക്വൽ ടു AC. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, കറക്റ്റ് ആണ്. അല്ലെ, ട്രൂ ആണ്, ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് TC എന്താണെന്ന് അറിയാം അല്ലെ. TFC പ്ലസ് TVC ആണ് TC എന്ന് പറഞ്ഞാൽ. അപ്പോൾ AC എന്താണ്? AFC പ്ലസ് AVC ആണ്. അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം പ്രീവിയസ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റേറ്റ്മെന്റ് 3, 3ാമത്തെ പ്രസ്താവന നോക്കിക്കോളൂ. വെൻ AC റൈസസ് AC ആൻഡ് MC ആർ ഈക്വൽ. AC വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഉയരുമ്പോൾ ACയും MCയും തമ്മിൽ തുല്യമായിരിക്കും. ആണോ? ശരിയാണോ? അല്ല, തെറ്റാണ്, ഫാൾസ് ആണ്. അല്ലേ, എപ്പോഴാണ് ACയും MCയും തമ്മിൽ തുല്യമാവുക? AC ഉയരുമ്പോഴാണോ? അല്ല, AC മിനിമത്തിലെത്തുമ്പോൾ. അല്ലേ, വെൻ AC ഈസ് മിനിമം AC ആൻഡ് MC ആർ ഈക്വൽ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അവർ തമ്മിലുള്ള റിലേഷനിൽ അങ്ങനെയല്ലേ പഠിച്ചത്? AC അതിന്റെ മിനിമം പോയിന്റിൽ എത്തുമ്പോൾ അപ്പോഴാണ് ACയും MCയും തമ്മിൽ തുല്യമാകുന്നത്. ആണല്ലോ. അപ്പോൾ 3ാമത്തെ പ്രസ്താവന എന്താണ്? ഫാൾസ് ആണ്. അല്ലേ, തെറ്റാണ്. ആണല്ലോ. ഇനി സ്റ്റേറ്റ്മെന്റ് 4 നോക്കിക്കേ. അത് ഞാൻ പറഞ്ഞുതരാം. 2 കോസ്റ്റുകളുണ്ട്. റിയൽ കോസ്റ്റ്, മണി കോസ്റ്റ്. യഥാർത്ഥ ചെലവ്, അതുപോലെ പണച്ചെലവ്. പണരൂപത്തിൽ പറയുന്ന ചെലവാണ് പണച്ചെലവ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, അത്ര ആലോചിച്ച് വെക്കുക. കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് ആസ് മണി കോസ്റ്റ്. പണരൂപത്തിൽ പറയുന്ന ചെലവാണ് പണച്ചെലവ്. അപ്പോൾ എന്തായിരിക്കും റിയൽ കോസ്റ്റ്, യഥാർത്ഥ ചെലവ് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. ഔട്ട്പുട്ടിന്റെ രൂപത്തിൽ പറയുന്ന ചെലവാണ് റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് സാധന സേവനങ്ങളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ
രൂപത്തിൽ പറയുന്ന ചെലവാണ് റിയൽ കോസ്റ്റ്, യഥാർത്ഥ ചെലവ്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനൊന്നും നിങ്ങൾക്ക് ചോദ്യം വരില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തന്നു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചോദ്യം എന്താണ്? പണരൂപത്തിൽ പറയുന്ന ചെലവാണ് യഥാർത്ഥ ചെലവ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പണരൂപത്തിൽ പറയുന്ന ചെലവ് ഏതാണ്? പണച്ചെലവാണ് അല്ലേ. കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി ഇസ് കോൾഡ് മണി കോസ്റ്റ് ആണല്ലോ. പണരൂപത്തിൽ പറയുന്നതാണ് പണച്ചെലവ്. ഇവിടെ എന്താ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പണരൂപത്തിൽ പറയുന്ന ചെലവുകളാണ് യഥാർത്ഥ ചെലവ് എന്നാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ടി എഫ് സി കർവ് ഈസ് യു ഷേപ്ഡ്. യു ആകൃതിയിലുള്ള വക്രമാണ് ടി എഫ് സി കർവ്. ആണോ? അല്ല അല്ലേ, ഫാൾസ് ആണ്, തെറ്റാണ്. ടി എഫ് സി കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള നേർരേഖയാണ് ടി എഫ് സി കർവ്, ടി എഫ് സി വക്രം. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്. 5 മാർക്ക് അവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സെക്കൻഡ് ട്രൂ ആണ്, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഫാൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദി ടോട്ടൽ കോസ്റ്റ് ഷെഡ്യൂൾ ഓഫ് എ ഫേം. താഴെ തന്നിരിക്കുന്ന പട്ടിക എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ കോസ്റ്റ് ഷെഡ്യൂൾ ആണ് തന്നിട്ടുള്ളത്. മൊത്തം ചെലവ് പട്ടികയാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദി ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി ഫേം? കാൽക്കുലേറ്റ് ടി വി സി, എ എഫ് സി, എ വി സി, എസ് എ സി ആൻഡ് എസ് എം സി ഓഫ് ദി ഫേം. ഓക്കെ, ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് ഷെഡ്യൂള് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ്? ടി എഫ് സി കണ്ടുപിടിക്കണം, ടി വി സി കണ്ടുപിടിക്കണം, എ എഫ് സി, എ വി സി, എസ് എ സി ആൻഡ് എസ് എം സി കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചേ, ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാലോ നിങ്ങൾക്ക്. ഇതാ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് 10 വരെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടി വി സി തന്നിട്ടുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. ടി വി സി തന്നിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് 10 ആണ്, അത് ഓർത്ത് വെക്കണം. ടി എഫ് സി, ഒന്നാമത്തെ ഒരു ടി എഫ് സി തന്നിട്ടുണ്ട് അല്ലെ, 20. ബാക്കി തന്നിട്ടുണ്ടോ? ഇല്ല. അത് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണെങ്കിൽ എല്ലാ ഔട്ട്പുട്ടിലും അതേ സംഖ്യ തന്നെ ആയിരിക്കില്ലേ അല്ലെ. ടി എഫ് സിയെ കുറിച്ച് നമുക്കിനി കൂടുതലായിട്ട് നിങ്ങൾക്കിനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. ടി എഫ് സി ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും അതെല്ലാ ഔട്ട്പുട്ടിലും ഒരേ സംഖ്യ ആയിരിക്കും ഇവിടെ. അപ്പോൾ ടി എഫ് സി എല്ലാം 20. എല്ലാവരും ഫില്ല് ചെയ്ത് വെച്ചോ, നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതണേ, ഫില്ല് ചെയ്ത് വെക്കുക. ടി വി സി നോക്കിക്കേ, ടി വി സി ഇവിടെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് 0 ആയപ്പോൾ ടി വി സി എത്രയാ? 0 ആണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. വെൻ ഔട്ട്പുട്ട് ഈസ് 0 ടി വി സി ഈസ് ഓൾസോ 0. അതുകൊണ്ടാണ് ടി വി സി 0-ൽ നിന്നും തുടങ്ങുന്നത്. ടി വി സി കർവ് അല്ലെ. ഉൽപ്പന്നം 0 ആണെങ്കിൽ ടി വി സിയും 0 ആയിരിക്കും, അറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ടി എഫ് സി കണ്ടുപിടിച്ചു, എല്ലാം 20 ആണ്. ടി വി സി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കാം? ടി സി കണ്ടുപിടിക്കാം. ടി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടി എഫ് സി പ്ലസ് ടി വി സി അല്ലെ. ടി എഫ് സിയും ടി വി സിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ടി സി കിട്ടും. ഒന്നാമത്തെ ടി സി എത്രയായിരിക്കും? വെരി ഗുഡ്, 20 ആണ്. എങ്ങനെ കിട്ടി? നമ്മൾ അവിടെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു അല്ലെ. എന്തായിരുന്നു? വെൻ ഔട്ട്പുട്ട് ഈസ് 0, ഉൽപ്പന്നം 0 ആണെങ്കിൽ ടി എഫ് സി ഈക്വൽ ടു ടി വി സി. ഉൽപ്പന്നം 0 ആണെങ്കിൽ ടി എഫ് സിയും ടി സിയും തുല്യമായിരിക്കും. ഇവിടെ ഉൽപ്പന്നം 0 ആയപ്പോൾ ടി എഫ് സി എത്രയാ? 20. അപ്പോൾ അത് തന്നെ ആയിരിക്കില്ലേ ടി സിയും? ആണ്, 20 തന്നെയാണ് ടി സി. ഒന്നാമത്തെ ടി സി കിട്ടി ആണല്ലോ. ഇനി അങ്ങനെ ഓരോന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? അടുത്ത ഒന്നാമത്തെ യൂണിറ്റ് ഔട്ട്പുട്ട് ടി എഫ് സിയും ടി വി സിയും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടി സി കിട്ടും. അങ്ങനെ ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. എ എഫ് സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി എഫ് സി ബൈ ക്യൂ ആണ്. എ വി സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി വി സി ബൈ ക്യൂ ആണ്. ദെൻ എസ് എ സി എങ്ങനെ കണ്ടുപിടിക്കാം? എസ് എ സി അല്ലെങ്കിൽ എ സി എന്നും പറയും അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം? ടി സി ബൈ ക്യൂ ആണ്. ദെൻ എസ് എം സി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. എന്ന് വെച്ചാൽ ഓരോ ടി സിയിൽ നിന്നും തൊട്ട് മുൻപുള്ള ടി സി അങ്ങോട്ട്
മൈനസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ ഔട്ട്പുട്ട് 0 മുതലാണ് തുടങ്ങുന്നത്, ഉൽപ്പന്നം 0 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ AFCയും AVCയും SACയും SMCയും ഉണ്ടാകില്ല, നില്ലായിരിക്കും. ഓർത്ത് വെക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു വർക്ക്ഷീറ്റിൽ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, അതിലൊരു ടേബിൾ മാത്രം 0-ൽ നിന്നല്ല ഔട്ട്പുട്ട് തുടങ്ങുന്നത്, 1 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? AFCയും AVCയും SACയും SMCയും ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ഇല്ലാതിരിക്കുക, നില്ലാവുക? ഔട്ട്പുട്ട് 0 ആവുമ്പോൾ, ഉൽപ്പന്നം 0 ആവുമ്പോൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഓർത്ത് വെക്കണം. പട്ടിക നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ എല്ലാവർക്കും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 7. ദി ഡയഗ്രാം ഷോസ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഓഫ് എ ഫാക്ടർ ഇൻ ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓക്കെ, താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്? വിഭേദകാനുപാത നിയമത്തിലെ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിലെ TP കർവാണ്, ടോട്ടൽ പ്രൊഡക്റ്റ് കർവാണ്, മൊത്തം ഉൽപ്പന്നത്തിന്റെ വക്രമാണ്. അതിൽ സബ് ക്വസ്റ്റ്യൻ 1, എക്സ്പ്ലെയിൻ ദ ലോ. ആ നിയമത്തെ വിശദീകരിക്കുക. ഓക്കെ, വിശദീകരിച്ച് എഴുതുക എന്ന് വെച്ചാൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമത്തെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഇല്ലസ്ട്രേറ്റ് ദി ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആൻഡ് ദെയർ റിലേഷൻ. ഓക്കെ, ഡയഗ്രത്തിന്റെ സഹായത്തോടെ AP ആവറേജ് പ്രൊഡക്റ്റും APയും MPയും തമ്മിലുള്ള റിലേഷനെ കാണിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, APയും MPയും ഒരേ ഡയഗ്രത്തിൽ വരച്ചുകൊണ്ട്, AP കർവും MP കർവും ഒരേ ഡയഗ്രത്തിൽ വരച്ചുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. 3 റിലേഷൻഷിപ്പ് പഠിച്ചിരുന്നു. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഇതാണ് TP കർവ്. നമുക്കറിയാം അല്ലെ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിലെ TP കർവാണ് കൊടുത്തിട്ടുള്ളത്. TP കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഇൻവേർട്ടഡ് U ഷേപ്പ് അല്ലെ, തലതിരിഞ്ഞ U ആകൃതിയായിരുന്നു. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്താണെന്ന് നമുക്കറിയാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷന്റെ 3 സ്റ്റേജുകൾ, 3 ഘട്ടങ്ങൾ നമുക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അതിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP, APയും MPയും തമ്മിലുള്ള റിലേഷൻ എഴുതുക. നമ്മൾ ഗ്രാഫായിട്ട് വരച്ചിരുന്നു അല്ലെ, അതിന് ഡയഗ്രാം വരച്ചിരുന്നു. ഓക്കെ, AP കർവും MP കർവും ഷേപ്പ് എന്തായിരുന്നു? ഇൻവേർട്ടഡ് U ഷേപ്ഡ് ആണ് അല്ലെ, തലതിരിഞ്ഞ U ആകൃതിയാണ് എന്ന് പഠിച്ചിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു റിലേഷൻ? ആദ്യം എന്തായിരുന്നു പഠിച്ചത്? ഇനീഷ്യലി AP ആൻഡ് MP ഇൻക്രീസിങ് അല്ലെ, തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു? APയും MPയും ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. പിന്നീടോ അവർ അതിന്റെ മാക്സിമത്തിലെത്തുന്നു, പിന്നീട് കുറയുന്നു. ആണല്ലോ, 3 എണ്ണം പഠിച്ചു. ഇതിൽ പിന്നെ എങ്ങനെ നമ്മൾ പഠിച്ചത്? റിലേഷൻ എങ്ങനെ പഠിച്ചു? അതായത് AP ഇൻക്രീസ് ചെയ്യുമ്പോൾ MPയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MPയുടെ സ്ഥാനം എവിടെയാണ്? APയേക്കാൾ മുകളിലാണ് അല്ലെ. അടുത്ത നോക്കിക്കേ, വെൻ AP റീച്ചസ് ഇറ്റ്സ് മാക്സിമം, AP അതിന്റെ പരമാവധിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? APയും MPയും തമ്മിൽ തുല്യമാകുന്നു അല്ലെ. അവർ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ രണ്ടുപേരും തമ്മിൽ തുല്യമായി, ഈക്വലായി എന്നാണ്. രണ്ടാമത്തെ റിലേഷൻ പഠിച്ചു. മൂന്നാമത്തെ റിലേഷൻ എന്താണ്? വെൻ AP ഡിക്രീസിങ്. ഓക്കെ, AP കുറയുമ്പോൾ MPയും കുറയുന്നു. വെൻ AP ഡിക്രീസിങ്, MP is also decreasing and MP will be less than AP. AP കുറയുമ്പോൾ MPയും കുറയുന്നു. അപ്പോൾ MPയുടെ സ്ഥാനം എവിടെയാണ്? APയേക്കാൾ താഴെയാണ്. ഓക്കെ ആണല്ലോ. ഇതേപോലെ റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ACയും MCയും അല്ലെ, അവിടെ കോസ്റ്റ് ആണ്, ഇവിടെ പ്രൊഡക്റ്റ് ആണ്. എന്താ വ്യത്യാസം ഉണ്ടായത്? അത് U ഷേപ്ഡ് ആണ്, ഇതോ ഇൻവേർട്ടഡ് U ഷേപ്ഡ് ആണ്. ഇത് തല തിരിഞ്ഞ U ആകൃതിയാണ്, എന്നാൽ അവിടെ U ഷേപ്ഡ് കർവുകളാണ്. മനസ്സിലായല്ലോ? ആ വ്യത്യാസം ഓക്കെയാണോ? രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ ഉണ്ടാവാനേ പാടില്ല. ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചെടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, 3 റിലേഷൻ ഓക്കെ ആണല്ലോ. നോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. തിയറി ഓഫ് പ്രൊഡക്ഷൻ ഡീൽസ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് തിയറി
ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം പാസസ് ത്രൂ 3 സ്റ്റേജസ് ഇൻ ദി ഷോർട്ട് റൺ. നമുക്കറിയാം അല്ലേ, അതായത് പ്രൊഡക്ഷൻ, ഉൽപാദനം ആരുമായി ബന്ധപ്പെട്ടതാണ്? പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഒരു ഉൽപാദകന്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിക്കേ, 3 സ്റ്റേജുകളിലാണ്, അതായത് ഷോർട്ട് റണ്ണിൽ ഹ്രസ്വ കാലയളവിൽ 3 സ്റ്റേജുകളിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പോകുന്നത് അല്ലേ. 3 സ്റ്റേജുകളിലാണ് പോകുന്നത്. TP, AP, MP ഇവ 3 ഘട്ടങ്ങളിലായിട്ടാണ്, അല്ലെങ്കിൽ 3 സ്റ്റേജിലൂടെയാണ് പോകുന്നത്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. വിച്ച് ആർ ദി 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ? അതിൽ ഏതൊക്കെയാണ് ആ 3 ഉൽപാദനത്തിന്റെ ഘട്ടങ്ങൾ? ആ 3 സ്റ്റേജസ്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷന്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ആൻഡ് ബ്രിങ് ഔട്ട് ദി സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലുമുള്ള പ്രത്യേകത എന്താണെന്ന് എഴുതുക. എന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും TP, AP, MP ഇവ 3നും എന്ത് സംഭവിക്കുന്നു അതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതിലെ 3ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് എ ഫേം ഈസ് കൺസേൺഡ്? വൈ? ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനം പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേജ് ഏതാണ്, എന്തുകൊണ്ട്? ഓക്കെ, അതിലെ 4ാമത്തെ ചോദ്യം, ഗിവ് സ്യൂട്ടബിൾ ഡയഗ്രാം ബൈ ഡ്രോയിങ് ദി ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്. ഇവ 3ഉം ഉൾപ്പെടുന്ന ഡയഗ്രാം വരയ്ക്കുക. എന്ന് വെച്ചാൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷന്റെ ഡയഗ്രാം വരയ്ക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? 3 ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ അല്ലെ, വർദ്ധമാന പ്രത്യായ ഘട്ടം. രണ്ടാമത്തേത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഓർ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അപജയ പ്രത്യായ ഘട്ടം. 3ാമത്തെ ഘട്ടം ഏതായിരുന്നു? 3ാമത്തെ സ്റ്റേജ് ഏതായിരുന്നു? നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഋണാത്മക പ്രത്യായ ഘട്ടം. 3 ഘട്ടങ്ങൾ പഠിച്ചു. രണ്ടാമത്തത് ഫസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്, ദെൻ അറ്റ് ഡിമിനിഷിംഗ് റേറ്റ് ആൻഡ് ഫൈനലി സ്റ്റാർട്ട്സ് ഫാളിംഗ്. ഈ 3 ഘട്ടങ്ങളിലുള്ള പ്രത്യേകത എന്താണ്? തുടക്കത്തിൽ എന്താണ്? TP ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നു അല്ലെ, ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. പിന്നീട് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, അതിനുശേഷം കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നു. പിന്നെയോ അതിനെ മാക്സിമത്തിലെത്തുന്നു. പിന്നീട് അത് കുറയാൻ തുടങ്ങുന്നു. ഓക്കെ, TPക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. TP മാറുന്നതിനനുസരിച്ച് APയും MPയും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? TPയിൽ നിന്നാണ് AP കണ്ടുപിടിക്കുക, അതേപോലെ TPയിൽ നിന്നാണ് MPയും കണ്ടുപിടിക്കുക. അപ്പോൾ TP മാറിക്കഴിഞ്ഞാൽ APക്കും MPക്കും എന്താണ്? മാറ്റം ഉണ്ടാവും അല്ലെ. അത്രയേ ഉള്ളൂ കാര്യം. ഇനി 3ാമത്തെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിനാണ് ഒരു സ്ഥാപനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആൻസർ ഈസ് സെക്കൻഡ് സ്റ്റേജ്, 2ാമത്തെ ഘട്ടത്തിനാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? സിമ്പിൾ ആണ്. 2ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? TP ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, TP കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു. അപ്പോൾ APയും MP എന്ത് സംഭവിക്കുന്നു? AP MPയും കുറയാൻ തുടങ്ങുന്നു അല്ലെ. APയും MPയും എന്താണ്? കുറയാൻ തുടങ്ങുന്നു. 2ാമത്തെ സ്റ്റേജ് അവസാനിക്കുന്നത്, 2ാമത്തെ ഘട്ടം അവസാനിക്കുന്നത് എവിടെയാണ്? TP പരമാവധി എത്തുമ്പോഴാണ് അല്ലെ, TP മാക്സിമത്തിൽ എത്തുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം പിന്നെന്ത് സംഭവിക്കും? TP കുറയാൻ തുടങ്ങും ആണല്ലോ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? 2ാമത്തെ സ്റ്റേജ്. കാരണം 2ാമത്തെ സ്റ്റേജിന്റെ അവസാനത്തിലാണ് TP പരമാവധിയിൽ എത്തുന്നത്, സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്നത് അല്ലെ, ടോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ മാക്സിമം പോയിന്റിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് ഒരു ഫേമിന് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു സ്ഥാപനം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ ആൻസർ എന്തായിരുന്നു? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമത്തെ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഡയഗ്രം ആണ് വരച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡയഗ്രം ആണ്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണല്ലോ. എല്ലാവരും നോക്കിക്കേ. ഓക്കെ, സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ. അപ്പോൾ ഇന്നത്തെ ഭാഗം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ നടത്തുന്നത് കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ബന്ധമുണ്ടാവണം, ഒരു റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളിവിടെ ഒരുപാട് റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ടല്ലേ. എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു, അതുപോലെ ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഈ റിലേഷൻ എല്ലാം പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം? ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഓക്കെ, അതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഡിസ്കഷൻ എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡിസ്കഷൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.